തിങ്കളാഴ്ച രാജ്യതലസ്ഥാനത്ത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ ഡൽഹി പോലീസ് നേരിട്ടത് അതിക്രൂരമായാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശരീരമാകെ വെടിച്ചീളുകൾ തുളച്ചു കയറുന്ന പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുവെന്ന ആരോപണം പോലീസ് അതിനിടെ നിഷേധിച്ചു. പെൺകുട്ടിയുടെ മുഖത്തടിക്കുന്നത് ഡൽഹി പോലീസ് DCP സന്ദീപ് ലാംബ. പോലീസ് മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നയാളെ കാലുവെച്ച് വീഴ്ത്തുന്ന മറ്റൊരു പോലീസുകാരൻ. നിരായുധരായി നിൽക്കുന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് അവശരാക്കുന്ന നൂറുകണക്കിന് ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പോലീസ് പല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിന് തെളിവായി പുറത്തുവന്ന ചിത്രം. പക്ഷേ ഡൽഹി പോലീസ് ഇത് നിഷേധിക്കുകയാണ്. മുറിവേറ്റ ശരീരവുമായി ജന്തർ മന്ദറിലെ സമരവേദിയിൽ നിരവധി പേരെ ഇന്നും കാണാം. ഡോക്ടറാകാൻ സ്വപ്നം കാണുന്ന മകന്റെ ഭാവി ഓർത്ത് സമരത്തിനെത്തിയതാണ് പൂനെയിൽ നിന്നുള്ള ശരൺ ഝാ എന്ന ദിവസവേതനക്കാരൻ. एक ही है, सिर्फ एक है मेरा। वो डॉक्टर बनना चाहता है, टॉपर है वो, डॉक्टर बनेगा, वो डॉक्टर वो बनेगा। मगर नीट पेपर हो गया तो लटकता हुआ मैं नहीं देख पाऊंगा उसे। വീണുകിടക്കുന്ന പെൺകുട്ടികളെ സഹായിക്കുന്നതിനിടെയാണ് മുഹമ്മദ് താജിന്റെ മുഖം ഈ വിധം പോലീസ് തല്ലി തകർത്തത്. सिविल ड्रेस में भी थे, मुझे तो ऐसा लग रहा है JP नड्डा के भेजे हुए आतंकवादी बदमाश RS के गुंडे थे वो। मैं एक लड़की को उठा रहा था ना, तो मैं सर मैं एकदम युवा हूँ, मैं मेरे को पुलिस कैसे मार सकती, मैं तो भाग लेता, लेकिन मैं सर हेल्प करते टाइम पे मेरे मुंह पर डंडा मार दिया उन्होंने। രക്ഷിതാക്കളോടൊപ്പം സമരത്തിനെത്തിയ ചെറിയ കുട്ടികളും മർദ്ദനമേറ്റവരിലുണ്ട്. മുഹമ്മദ് താജിനെ പോലെ പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റ് മുറിവേറ്റ ശരീരവുമായി ഇപ്പോഴും സമരവേദിയിൽ സമരജ്വാല തീർക്കുന്ന നൂറുകണക്കിന് മനുഷ്യരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ജന്തർ മന്ദറിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.